പങ്കെടുത്തതിന് ശേഷം വിശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ കഴിഞ്ഞോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഇല്ല, ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല. ഇല്ല. ഓക്കെ, എവിടെ നിന്നുള്ളവരാണ് നിങ്ങൾ? ഞാൻ കോഴിക്കോട് കൊടുവള്ളി, ഇയാള് പറഞ്ഞു ചുള്ളിയോട്, അവൻ കുറ്റ്യാടി, പിന്നെ ഗൂഡല്ലൂർ വണ്ടിയുണ്ട്. ആണോ? ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് തരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ബോഡി എടുക്കുക, പാർട്സ് എടുക്കുക, അതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആണോ? ഓക്കെ. ഇന്ന് അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നോ രാവിലെ? ഇന്ന് വന്നിട്ടില്ലല്ലേ? ഇന്ന് വന്നിട്ടില്ല. ഇന്ന് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇല്ല, ഇന്ന് കണ്ടെത്തിയിട്ടില്ല. നമ്മൾ കൺട്രോൾ റൂമിൽ നിന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മളെ സാറ് വിളിക്കും, സാറോട് സംസാരിക്കും. എന്താണ് നിലവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? കൂടുതൽ മൃതദേഹങ്ങൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് തന്നെയാണോ? കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് അഭിപ്രായം. അതുകൊണ്ടാണ് ഈ നിലവിലൊന്നും സെർച്ച് ചെയ്തിട്ട് ഇന്നലെ 4 ബോഡി കിട്ടിയായിരുന്നു. ഒന്ന് മുണ്ടക്കയിൽ നിന്ന്, 2 വില്ലേജ് റോട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു, 1 സ്കൂൾ റോട്ടിൽ നിന്നും കിട്ടിയായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലം ഈ സൂചിപ്പാറയിലെ സൺറൈസ് വാലി തന്നെയാണോ? അത് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടെ ഈ വില്ലേജ് റോട്ടിൽ നിന്നൊക്കെ നമുക്ക് ഇന്നലെയും 2 മൃതദേഹങ്ങൾ കിട്ടിയായിരുന്നു. അപ്പൊ സെർച്ച് നടക്കുന്നുണ്ട്. പിന്നെ സൂചിപ്പാറ സൈഡിൽ സെർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സ്വാഭാവികമായി ഇനിയും ഏതാണ്ട് 180-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് പരിശോധനകൾ സജീവമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, എയർലിഫ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥരെ ഈ വനമേഖലകളിൽ എത്തിച്ച് പരിശോധന നടത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നതും. സ്വാഭാവികമായി ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം, മറ്റ് സൌകര്യങ്ങൾ, ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട മരുന്നുകൾ, അവശ്യ മരുന്നുകൾ, മറ്റ് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ അടക്കം കൺട്രോൾ റൂമുകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ